ഹലോ, PSC നെസ്റ്റിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ എക്സാം ഓഗസ്റ്റ് 2-ാം തീയതി നടക്കാനിരിക്കുകയാണല്ലോ. അപ്പോൾ അതിൻ്റെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം: 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തോടനുബന്ധിച്ച് ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കപ്പെട്ട മുഗൾ വംശജൻ ആരായിരുന്നു? ഉത്തരം ബഹദൂർ ഷാ രണ്ടാമൻ. ചോദ്യം ഒന്നുകൂടി വായിക്കുകയാണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തോടനുബന്ധിച്ച് ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കപ്പെട്ട മുഗൾ വംശജൻ ആരായിരുന്നു? ബഹദൂർ ഷാ രണ്ടാമൻ. ഇനി ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. ഒന്നാം സ്വാതന്ത്ര്യ സമരം പുറപ്പെട്ട ദിവസം എന്ന് പറയുന്നത് 1857 മെയ് 10-നാണ്. അതെവിടെ നിന്നായിരുന്നു ആരംഭിച്ചത് എന്ന് ചോദിച്ചാൽ അത് ഉത്തർപ്രദേശിലെ മീററ്റിൽ നിന്നായിരുന്നു. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷിയായിരുന്നു മംഗൾ പാണ്ഡെ. മംഗൾ പാണ്ഡെയെ പിന്നീട് ബ്രിട്ടീഷുകാർ പിടികൂടി തൂക്കിലേറ്റുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് 1857 ഏപ്രിൽ 8-നായിരുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ ആരായിരുന്നു? ഉത്തരം ദാദാഭായ് നവറോജി. ചോദ്യം ഒന്നുകൂടി വായിക്കാം. സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ ആരായിരുന്നു? ഉത്തരം ദാദാഭായ് നവറോജി. ചോർച്ചാ സിദ്ധാന്തം എന്താണെന്ന് നോക്കാം. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ചയെക്കുറിച്ച് സ്ഥിതിവിവര കണക്കുകൾ ശേഖരിച്ച് പഠനം നടത്തിയത് ദാദാഭായ് നവറോജി ആയിരുന്നു. ഇന്ത്യയിലെ ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും കാരണങ്ങളെക്കുറിച്ച് ചോർച്ചാ സിദ്ധാന്തം എന്നറിയപ്പെടുന്ന തൻ്റെ നിഗമനങ്ങളെക്കുറിച്ച് അദ്ദേഹം പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ്ഡ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിൽ പ്രതിപാദിച്ചു. ഈ പുസ്തകത്തിൻ്റെ പേര് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ്ഡ് റൂൾ ഇൻ ഇന്ത്യ. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കുന്നതിന് ചേർന്ന ഭരണഘടനാ കൺവെൻഷന് നേതൃത്വം നൽകിയതാര്? ഉത്തരം ജെയിംസ് മാഡിസൺ. അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കുന്നതിന് ചേർന്ന ഭരണഘടനാ കൺവെൻഷന് നേതൃത്വം നൽകിയത് ആര്? ജെയിംസ് മാഡിസൺ. അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ് ആണ്. ലോകത്ത് ഇതുവരെ എഴുതപ്പെട്ടതിൽ ഏറ്റവും ചെറുതും ഏറ്റവും പഴക്കം ചെന്നതുമായുള്ള ഭരണഘടനയാണ് അമേരിക്കൻ ഭരണഘടന. അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്നത് 1789-ലാണ്. അമേരിക്കൻ ഭരണഘടനാ സമ്മേളനം ചേർന്ന സ്ഥലമാണ് ഫിലാഡൽഫിയ. നാലാമത്തെ ചോദ്യം: രക്തരൂക്ഷിതമായ ഞായറാഴ്ച ഏത് രാജ്യത്തിലെ സമരങ്ങളുമായി ബന്ധപ്പെട്ടതായിരുന്നു? ഉത്തരം റഷ്യ. രക്തരൂക്ഷിതമായ ഞായറാഴ്ച ഏത് രാജ്യത്തിലെ സമരങ്ങളുമായി ബന്ധപ്പെട്ടതായിരുന്നു? ഉത്തരം റഷ്യ. റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട രക്തരൂക്ഷിതമായ ഞായറാഴ്ച എന്ന സംഭവം റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. ഇനി അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫാക്ട്സ് നോക്കാം. തുടർച്ചയായി 10-11 മണിക്കൂർ പണിയെടുക്കേണ്ടി വന്ന റഷ്യയിലെ ഫാക്ടറി തൊഴിലാളികൾ മെച്ചപ്പെട്ട സേവന വേതന വ്യവസ്ഥകൾ ആവശ്യപ്പെട്ട് ഫാദർ ജോർജ് ഫോണിൻ്റെ നേതൃത്വത്തിൽ 1903 ഒരു സമിതി രൂപീകരിച്ചു. എന്നാൽ 1905 അത് 1905 എന്ന് വായിക്കണേ, റഷ്യ ജപ്പാൻ യുദ്ധത്തിൽ റഷ്യ പരാജയപ്പെട്ടതോടെ പ്രതിസന്ധി രൂക്ഷമായി. രാഷ്ട്രീയ അവകാശങ്ങളും സാമ്പത്തിക പരിഷ്കാരങ്ങളും ആവശ്യപ്പെട്ട് 100,000-ഓളം തൊഴിലാളികൾ പണിമുടക്കി. 1905 ജനുവരി 22, ഇത് റഷ്യൻ കലണ്ടർ പ്രകാരം 1905 ജനുവരി 9 ഈ ജോർജ് ഫോണിൻ്റെ നേതൃത്വത്തിൽ എന്ത് ചെയ്തു? പെട്രോഗ്രാഡിലെ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലേക്ക് മാർച്ച് നടത്തി. എന്നാൽ ഇതിന് നേരെ പട്ടാളം വെടിവെക്കുകയും 100 കണക്കിന് തൊഴിലാളികൾ കൊല്ലപ്പെടുകയും ചെയ്തു. ഈ സംഭവം അറിയപ്പെടുന്നതാണ് രക്തരൂക്ഷിതമായ ഞായറാഴ്ച അഥവാ കറുത്ത ഞായറാഴ്ച, ബ്ലഡി സൺഡേ. ഈ സംഭവത്തോടെയാണ് റഷ്യൻ വിപ്ലവത്തിന് തുടക്കമാകുന്നത്. അഞ്ചാമത്തെ ചോദ്യം: 2021 ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി അത്ലറ്റിക്സിൽ സ്വർണം നേടിയ നീരജ് ചോപ്ര ഏത് സംസ്ഥാനക്കാരനാണ്? ഉത്തരം ഹരിയാന. 2021 ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി അത്ലറ്റിക്സിൽ ആദ്യ സ്വർണം നേടിയ നീരജ് ചോപ്ര ഏത് സംസ്ഥാനക്കാരനാണ്? ഉത്തരം ഹരിയാന. ഭൗമഘടനയിൽ മോഹവിച്ഛിന്നതയെ സംബന്ധിച്ച് ചുവടെ നൽകിയിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവനകൾ ഏത്? ഒന്നാമത്തെ പ്രസ്താവന: ഭൂമിയുടെ പുറംപാളിയായ ഭൂവൽക്കത്തെ മാന്റിലിൽ നിന്നും വേർതിരിക്കുന്നു. മോഹവിച്ഛിന്നതയിൽ തുടങ്ങി
2900 കിലോമീറ്റർ വരെ മാൻഡിൽ വ്യാപിച്ചിരിക്കുന്നു. ശിലാമണ്ഡലത്തിന് തൊട്ടു താഴെ അർദ്ധദ്രവാവസ്ഥയിൽ കാണുന്ന ഭാഗമാണ് മോഹോവിശ്ചിന്നത. അടുത്ത ലാസ്റ്റത്തെ 4-മത്തെ ശിലാദ്രവത്തിൻ്റെ പ്രഭവമണ്ഡലമാണ് മോഹോവിശ്ചിന്നത. ഇതിൽ പറയുന്ന 1-മത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഭൂമിയുടെ പുറംപാളിയായ ഭൂവൽക്കത്തെ മാൻഡിലിൽ നിന്നും വേർതിരിക്കുന്നതാണ് മോഹോവിശ്ചിന്നത എന്നാണ്. അത് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. മോഹോവിശ്ചിന്നതയിൽ തുടങ്ങി 2900 കിലോമീറ്റർ ആഴം വരെ മാൻഡിൽ വ്യാപിച്ചിരിക്കുന്നു എന്ന് പറയുന്നതും ശരിയായ പ്രസ്താവനയാണ്. ശിലാമണ്ഡലത്തിൽ തൊട്ട് താഴെ അർദ്ധദ്രവാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് മോഹോവിശ്ചിന്നത എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം ശിലാമണ്ഡലത്തിന് തൊട്ട് താഴെ അർദ്ധദ്രവാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗം ഏതാണ്? അസ്തനോസ്ഫിയർ ആണ്. ശിലാദ്രവത്തിൻ്റെ പ്രഭവ മണ്ഡലമാണ് മോഹോവിശ്ചിന്നത എന്ന് പറയുന്നതും തെറ്റായ പ്രസ്താവനയാണ്. കാരണം നമുക്കറിയാം ശിലാദ്രവത്തിൻ്റെ പ്രഭവ മണ്ഡലം എന്ന് പറയുന്നത് അസ്തനോസ്ഫിയർ ആണ്. ഇനി റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ് നോക്കാം. ശിലാമണ്ഡലത്തിന് താഴെയായി ശിലാപദാർത്ഥങ്ങൾ ഉരുകി അർദ്ധദ്രവാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ. ശിലാമണ്ഡലത്തിന് താഴെയായി ശിലാപദാർത്ഥങ്ങൾ ഉരുകി അർദ്ധദ്രവാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ. ശിലാദ്രവത്തിൻ്റെ പ്രഭവ മണ്ഡലമാണ് അസ്തനോസ്ഫിയർ. അതായത് ശിലാദ്രവത്തിൻ്റെ ഉത്ഭവസ്ഥാനമാണ് അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. മോഹോ എന്നത് ഭൂമിയുടെ പുറന്തോടിനും മാൻഡിലിനും ഇടയിലുള്ള അതിർവരമ്പാണ്. ഭൂകമ്പ തരംഗങ്ങളുടെ വേഗതയിലുള്ള വ്യത്യാസമാണ് ഈ അതിർവരമ്പിനെ തിരിച്ചറിയാൻ സഹായിക്കുന്നത്. അതായത് ചിലർക്ക് സംശയം ഉണ്ടാവും, മോഹോവിശ്ചിന്നത എന്നുള്ളത് കേൾക്കാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. മോഹോ എന്നത് ഭൂമിയുടെ പുറന്തോടിനും മാൻഡിലിനും ഇടയിലുള്ള അതിർവരമ്പാണ്. ഭൂകമ്പ തരംഗങ്ങളുടെ വേഗതയിലുള്ള വ്യത്യാസമാണ് ഈ അതിർവരമ്പിനെ തിരിച്ചറിയാൻ സഹായിക്കുന്നത്. ഭൂഖണ്ഡങ്ങളിൽ നിന്ന് ഇത് ഏകദേശം 30 കിലോമീറ്റർ ആഴത്തിലും സമുദ്രത്തിനടിയിൽ 5 മുതൽ 10 കിലോമീറ്റർ വരെ താഴ്ചയിലുമാണ് കാണപ്പെടുന്നത്. ലിത്തോസ്ഫിയർ അഥവാ ശിലാമണ്ഡലത്തിൻ്റെ ഭാഗമാണ് മോഹോ. ഭൂവൽക്കത്തെയും മാൻഡിലിൻ്റെ ഉപരിഭാഗത്തെയും ചേർത്ത് പറയുന്നതാണ് ശിലാമണ്ഡലം. അതായത് നമ്മുടെ ശിലാമണ്ഡലത്തിൻ്റെ ഭാഗമാണ് മോഹോ എന്ന് പറയുന്നത്. ശിലാമണ്ഡലം എന്ന് വെച്ചാൽ ഭൂവൽക്കത്തിനെയും മാൻഡിലിൻ്റെയും ഒരുമിച്ച് പറയുന്നതാണ്. മാൻഡിലിൻ്റെ ഉപരിഭാഗത്തെയും ഭൂവൽക്കത്തെയും ഒരുമിച്ച് പറയുന്നതാണ് ശിലാമണ്ഡലം എന്ന്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 7-മത്തെ ചോദ്യം. ചുവടെ നൽകിയിട്ടുള്ളവയിൽ നിന്ന് ഏത് നദിയാണ് വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് ലഡാക്ക്, സസ്കർ എന്നീ മലനിരകൾക്കിടയിലൂടെ ഒഴുകുന്നത്? ഉത്തരം സിന്ധു. ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഏത് നദിയാണ് വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് ലഡാക്ക്, സസ്കർ എന്നീ മലനിരകൾക്കിടയിലൂടെ ഒഴുകുന്നത്? ഉത്തരം സിന്ധു. അതുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്ട്സ് ആണ് ഇനി നോക്കാൻ പോകുന്നത്. സിന്ധു നദിയുടെ ഉത്ഭവം ടിബറ്റിലെ മാനസ സരോവറിന് അടുത്തുള്ള ബോഗാർച്ചു ഗ്ലേസിയറിൽ നിന്നാണ് സിന്ധു നദി ഉത്ഭവിക്കുന്നത്. എവിടെ നിന്നാണ്? ടിബറ്റിലെ മാനസ സരോവറിന് അടുത്തുള്ള ബോഗാർച്ചു ഗ്ലേസിയറിൽ നിന്നാണ് സിന്ധു നദി ഉത്ഭവിക്കുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സിന്ധു നദീജല കരാർ ഒപ്പുവെച്ചത് എന്നാണ്? 1960 സെപ്റ്റംബർ 19 കറാച്ചിയിൽ വെച്ചിട്ടാണ് സിന്ധു നദീജല കരാർ ഒപ്പുവെക്കുന്നത്. 1960 സെപ്റ്റംബർ 19 കറാച്ചിയിൽ വെച്ചിട്ട്. സിന്ധു നദീജല കരാർ ഒപ്പുവെച്ച വ്യക്തികളാണ് ജവഹർലാൽ നെഹ്റുവും മുഹമ്മദ് അയ്യൂബ് ഖാനും. 1960 സെപ്റ്റംബർ 19 കറാച്ചിയിൽ വെച്ച് സിന്ധു നദീജല കരാർ ഒപ്പുവെച്ച ആളുകളാണ് ജവഹർലാൽ നെഹ്റുവും മുഹമ്മദ് അയ്യൂബ് ഖാനും. സിന്ധു നദി ഉത്ഭവിക്കുന്നത് എവിടുന്നായിരുന്നു? ടിബറ്റിലെ മാനസ സരോവറിന് അടുത്തുള്ള ബൊഗാർച്ചു ഗ്ലേസിയറിൽ നിന്നാണ് സിന്ധു നദി ഉത്ഭവിക്കുന്നത്. 8-മത്തെ ചോദ്യത്തിലേക്ക് പോവാം. തിരുവനന്തപുരത്ത് ഭൗമോപരിതലത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു തെർമോമീറ്ററിൽ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് അന്തരീക്ഷ ഊഷ്മാവ് 25 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തുന്നുവെങ്കിൽ ക്രമമായ താപനഷ്ട നിരക്ക് അനുസരിച്ച് നേരെ 165 മീറ്റർ ഉയരത്തിൽ അന്തരീക്ഷ ഊഷ്മാവ് എത്രയായിരിക്കും? ഉത്തരം 24 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരത്ത് ഭൗമോപരിതലത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു തെർമോമീറ്ററിൽ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് അന്തരീക്ഷ ഊഷ്മാവ് 25 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തുന്നുവെങ്കിൽ ക്രമമായ താപനഷ്ട നിരക്ക് അനുസരിച്ച് നേരെ 165 മീറ്റർ ഉയരത്തിൽ അന്തരീക്ഷ ഊഷ്മാവ് എത്രയായിരിക്കും? 24 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിന് കാരണം എന്താണ്? നമ്മൾ പഠിച്ചത് ക്രമമായ താപനിഷ്ഠ നിരക്ക് എന്ന് പറഞ്ഞാൽ ഓരോ 165 മീറ്റർ മുകളിലേക്ക് പോകും തോറും 1 ഡിഗ്രി സെൽഷ്യസ് വീതം കുറഞ്ഞു വരുന്നു എന്നല്ലേ. അപ്പം ഇവിടെ എത്ര മീറ്റർ ഉയരത്തിലേക്ക് പോകുന്നത്? 165 മീറ്ററാണ് ഉയരത്തിലേക്ക് പോകുന്നത്. അപ്പോൾ
1 ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞിട്ട് 25 നിന്നും 24 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് മാറും. ഓക്കെ അല്ലേ? അപ്പോൾ 9ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ അച്ചൻകോവിൽ ഏത് ജൈവ മണ്ഡല സംരക്ഷിത മേഖലയിൽ ബയോസ്ഫിയർ റിസർവിൽ ഉൾപ്പെടുന്നു? കേരളത്തിലെ അച്ചൻകോവിൽ ഏത് ജൈവമണ്ഡല സംരക്ഷിത മേഖലയിൽ ഉൾപ്പെടുന്നു? ഉത്തരം അഗസ്ത്യമലൈ. കേരളത്തിലെ അച്ചൻകോവിൽ ഏത് ജൈവമണ്ഡല സംരക്ഷിത മേഖലയിൽ ഉൾപ്പെടുന്നു? ഉത്തരം അഗസ്ത്യമലൈ. അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ് നോക്കാം. കേരളത്തിലാകെ 2 ബയോസ്ഫിയർ റിസർവ് ആണ് ഉള്ളത്. ഒന്ന് നീലഗിരി ബയോസ്ഫിയർ റിസർവും രണ്ടാമത്തത് അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവും. ഇന്ത്യയിൽ 18 എണ്ണാണുള്ളത്. ഇന്ത്യയിൽ 18 ബയോസ്ഫിയർ റിസർവ് അഥവാ ജൈവ മണ്ഡല സംരക്ഷിത മേഖലയും കേരളത്തിൽ 2 ബയോസ്ഫിയർ റിസർവുമാണ് ഉള്ളത്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യ ഗ്രീൻ ഹൈഡ്രജൻ മൊബിലിറ്റി പദ്ധതി നടപ്പിലാക്കുന്നതിന് NTPC-യുമായി കരാറിൽ ഒപ്പിട്ട സംസ്ഥാനം ഒരു കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ഉത്തരം ലഡാക്ക്. ഇന്ത്യയിലെ ആദ്യ ഗ്രീൻ ഹൈഡ്രജൻ മൊബിലിറ്റി പദ്ധതി നടപ്പിലാക്കുന്നതിന് NTPC-യുമായി കരാറിൽ ഒപ്പിട്ട സംസ്ഥാനം ഒരു കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ലഡാക്ക്. ഉത്തരം. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇന്ത്യയിൽ പ്ലാനിംഗ് കമ്മീഷൻ സ്ഥാപിതമായത് 1950-ലാണ്. പ്ലാനിംഗ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. പ്ലാനിംഗ് കമ്മീഷൻ ഒരു ഉപദേശക സമിതിയാണ്. പ്ലാനിംഗ് കമ്മീഷന് പകരം നീതി ആയോഗ് എന്ന സ്ഥാപനം നിലവിൽ വന്നത് 2018 ആണ്. ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഇന്ത്യയിൽ പ്ലാനിംഗ് കമ്മീഷൻ സ്ഥാപിതമായ വർഷം 1950-ആണ്. അത് കറക്റ്റായുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്, നമുക്കെല്ലാവർക്കും അറിയാം. രണ്ടാമത്തേത് എന്താ? പ്ലാനിംഗ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. അത് ഒരു ഭരണഘടനാ സ്ഥാപനമാണോ? അല്ല. അപ്പോൾ അതൊരു തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. മൂന്നാമത്തേത് പ്ലാനിംഗ് കമ്മീഷൻ ഒരു ഉപദേശക സമിതിയാണ്. അത് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. പ്ലാനിംഗ് കമ്മീഷന് പകരം നീതി ആയോഗ് എന്ന സ്ഥാപനം നിലവിൽ വന്നത് 2018-ലാണ്. അത് തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. 2014-ലാണ് നീതി ആയോഗ് നിലവിൽ വന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ഇതിൽ ശരിയായ പ്രസ്താവനകൾ? ഒന്നാമത്തതും ശരിയാണ്, മൂന്നാമത്തതും ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ബി 1 and 3 അതാണ് ശരിയായ പ്രസ്താവനകൾ. ഇനി ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ് നോക്കാം. ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷൻ, പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്നത് ഒരു ഉപദേശക സമിതിയായിരുന്നു. രാജ്യത്തിൻ്റെ വികസനത്തിനായി പഞ്ചവത്സര പദ്ധതികൾ ആസൂത്രണം ചെയ്യുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം. 1950-ൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്താണ് ഇത് സ്ഥാപിതമായത്. 2014-ൽ ഇത് നിർത്തലാക്കുകയും പകരം നീതി ആയോഗ് എന്ന പേരിൽ പുതിയൊരു സ്ഥാപനം നിലവിൽ വരികയും ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ ചോദ്യത്തിലുള്ള എല്ലാം ക്ലിയർ ആയില്ലേ? ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്തത് ചേരുംപടി ചേർക്കാനുള്ള ചോദ്യമാണ്. അത് ഞാൻ ചോദ്യം വായിക്കുന്നില്ല, ജസ്റ്റ് ഏത് വിപ്ലവം എന്തിൻ്റെ ഉൽപ്പാദനമാണെന്നുള്ളത് മാത്രം പറഞ്ഞു പോവാം. ഹരിത വിപ്ലവം എന്ന് പറയുന്നത് എന്തിൻ്റെ ഉൽപ്പാദനമായിരുന്നു? ഭക്ഷ്യ ഉൽപ്പാദനമാണ്. ധവള വിപ്ലവം എന്ന് പറയുന്നത് പാൽ ഉൽപ്പാദനം. നീല വിപ്ലവം എന്ന് പറയുന്നത് മത്സ്യ ഉൽപ്പാദനമാണ്. മഞ്ഞ വിപ്ലവം എന്ന് പറയുന്നത് എണ്ണക്കുരു ഉൽപ്പാദനവും. സുവർണ വിപ്ലവം എന്ന് പറയുന്നത് പഴം പച്ചക്കറി ഉൽപ്പാദനവുമാണ്. ഒന്നുകൂടി പറയുകയാണെങ്കിൽ ഹരിത വിപ്ലവം എന്ന് പറയുന്നത് ഭക്ഷ്യ ഉൽപ്പാദനമാണ്. ധവള വിപ്ലവം എന്ന് പറയുന്നത്, ധവള വിപ്ലവം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വെള്ള കളറല്ലേ സൂചിപ്പിക്കുന്നത്, അത് പാൽ ഉൽപ്പാദനമാണ്. നീല വിപ്ലവം എന്ന് പറയുന്നത് മത്സ്യ ഉൽപ്പാദനവും. മഞ്ഞ വിപ്ലവം എന്ന് പറയുന്നത് എണ്ണക്കുരു ഉൽപ്പാദനവും. സുവർണ വിപ്ലവം എന്ന് പറയുന്നത് പഴം പച്ചക്കറി ഉൽപ്പാദനവുമാണ് സൂചിപ്പിക്കുന്നത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 13ാമത്തെ ചോദ്യം, 2011-ലെ സെൻസസ് റിപ്പോർട്ട് അനുസരിച്ച് സ്ത്രീ പുരുഷ അനുപാതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളെ ഓർ കേന്ദ്രഭരണ പ്രദേശങ്ങളെ ക്രമപ്പെടുത്തുക. തന്നിരിക്കുന്ന സംസ്ഥാനങ്ങൾ ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, പുതുച്ചേരി, കേരളം, ഛത്തീസ്ഗഡ്. ഇതിന് ഉത്തരം വരുന്നത് കേരളം, പുതുച്ചേരി, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഛത്തീസ്ഗഡ്. ആ ഒരു ഓർഡറിലാണ് വരുന്നത്. ചോദ്യം ഒന്നുകൂടി വായിക്കാം. 2011-ലെ സെൻസസ് റിപ്പോർട്ട് അനുസരിച്ച് സ്ത്രീ പുരുഷ അനുപാതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളെ ഓർ കേന്ദ്രഭരണ പ്രദേശങ്ങളെ ക്രമപ്പെടുത്തുക. കേരളം, പുതുച്ചേരി, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഛത്തീസ്ഗഡ്. അങ്ങനെയാണ് ഉത്തരം വരുന്നത്. അടുത്ത ചോദ്യം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? ഇപ്പോൾ നിലവിലുള്ള ഗവർണറുടെ പേര് ഈ ഓപ്ഷൻസിലില്ല. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണല്ലോ, അതുകൊണ്ട്.
നിലവിൽ 26ാമത്തെ ഗവർണറായിട്ട് നമ്മുടെ റിസർവ് ബാങ്കിൻ്റെ 26ാമത്തെ ഗവർണറായിട്ട് ചുമതല ഏറ്റ വ്യക്തിയാണ് സഞ്ജയ് മൽഹോത്ര. അദ്ദേഹത്തിൻ്റെ ചിത്രമാണ് ഈ തന്നിരിക്കുന്നത്. അടുത്ത ചോദ്യം 15ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ ഏതെല്ലാം? ഏതൊക്കെയാണ് ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ? ഏതൊക്കെയാണ്? സാമ്പത്തിക വളർച്ച, സ്വാശ്രയത്വം, ആധുനികവൽക്കരണം. ഈ മൂന്നുമാണ് ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യം. സാമ്പത്തിക വളർച്ച, സ്വാശ്രയത്വം, ആധുനികവൽക്കരണം. അടുത്ത 16ാമത്തെ ചോദ്യം. ജനാധിപത്യേതര ഗവൺമെൻറ് എന്നാൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളുടെ ഭരണം ആണോ? അല്ല. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഏതാണ്? ജനാധിപത്യ ഭരണത്തിലല്ലേ. ഇവിടെ ചോദിച്ചത് എന്താ? ജനാധിപത്യേതര ഗവൺമെൻറ് എന്നാൽ എന്താണ് എന്നാണ് ചോദിക്കുന്നത്. ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും അവകാശങ്ങളും പരിമിതമാണ്. അത് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ജനാധിപത്യേതര ഗവൺമെൻറ്റിൽ ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും അവകാശങ്ങളും പരിമിതമായിരിക്കും. അതുപോലെ ഭരണാധികാരികളും നിയമത്തിന് വിധേയരായി പ്രവർത്തിക്കുന്നു. അങ്ങനെയാണോ ജനാധിപത്യേതര ഗവൺമെൻറ്? അല്ല. ഭരണാധികാരികൾ നിയമത്തിന് അതീതമായി പ്രവർത്തിക്കുന്നതാണ് എന്ത്? ജനാധിപത്യേതര ഗവൺമെൻറ്. ഭരണാധികാരികൾ നിയമത്തിന് വിധേയരായി പ്രവർത്തിക്കുന്നതാണെങ്കിൽ ഏതിൽ വരും? ജനാധിപത്യ ഗവൺമെൻറ്റിലാണ് വരിക. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമല്ലേ. നമ്മുടെ ഭരണാധികാരികളൊക്കെ നിയമത്തിന് വിധേയരായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ് നമ്മുടെ ജനപ്രതിനിധികൾ. ഇവിടെ നമ്മളോട് ചോദിച്ചത് ജനാധിപത്യേതര ഗവൺമെൻറ്റാണ്. അപ്പോൾ ഉത്തരമായിട്ട് വരുന്നത് 2ാമത്തെയും 4ാമത്തെയും ഓപ്ഷൻസ് ആണ്. അപ്പോൾ ഓപ്ഷൻ ഡി 2, 4 എന്നിവ ശരിയാണ്. 17ാമത്തെ ചോദ്യം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഇന്ത്യയിൽ നിയമനിർമ്മാണ വിഭാഗം എന്നാൽ രാഷ്ട്രപതി, രാജ്യസഭ, ലോക്സഭ എന്നിവ ഉൾപ്പെടുന്നു. അത് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ. ഇന്ത്യയിൽ നിയമനിർമ്മാണ വിഭാഗം എന്ന് പറഞ്ഞാൽ രാഷ്ട്രപതി, രാജ്യസഭ, ലോക്സഭ ഇത് മൂന്നുമാണ് ഉൾപ്പെടുന്നത്. പിന്നെ 2ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇന്ത്യയിൽ കാര്യനിർവഹണ വിഭാഗം എന്നാൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിസഭ, ഉദ്യോഗസ്ഥ വൃന്ദം എന്നിവ ഉൾപ്പെടുന്നു. അതും ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇന്ത്യയിൽ കാര്യനിർവഹണ വിഭാഗം എന്നാൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിസഭ, ഉദ്യോഗസ്ഥ വൃന്ദം എന്നിവരാണ് ഉൾപ്പെടുന്നത്. ഇനി അടുത്ത ഓപ്ഷൻ വായിക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ നിയമനിർമ്മാണ വിഭാഗം എന്നാൽ രാജ്യസഭ, ലോക്സഭ എന്നിവ ഉൾപ്പെടുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ രാഷ്ട്രപതിനെ വിട്ടുപോയി. അപ്പോൾ അത് തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇന്ത്യയിൽ കാര്യനിർവഹണ വിഭാഗം എന്നാൽ രാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിസഭ എന്നിവ ഉൾപ്പെടുന്നു. അതും തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം ഉപരാഷ്ട്രപതിയും മന്ത്രിസഭയും ഉദ്യോഗസ്ഥ വൃന്ദവും എല്ലാം എന്തിൽ വരുന്നുണ്ട്? കാര്യനിർവഹണ വിഭാഗത്തിൽ വരുന്നുണ്ട്. അടുത്ത 18ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നിർബന്ധമായും പാലിക്കേണ്ട ഘട്ടങ്ങൾ ക്രമപ്പെടുത്തുക. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന, നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൽ, തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കൽ, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ. ഇതിലേതാണ്? തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നിർബന്ധമായും പാലിക്കേണ്ട ഘട്ടങ്ങൾ ക്രമപ്പെടുത്താനാണ് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം പുറപ്പെടുവിക്കുകയാണ് ചെയ്യുക. അതിനുശേഷം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കണം. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധനയാണ് പിന്നീട് നടക്കുക. അതിനുശേഷമാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുക. അപ്പോൾ ഏത് ഓർഡറിലാണ്? 3, 4, 1, 2 3, 4, 1, 2 എന്ന് പറയുന്ന ഓർഡറിലാണ് വരിക. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഉത്തരം. 19ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളിൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്നതിൽ ഉൾപ്പെടുന്നത് ഏവയാണെന്ന് കണ്ടെത്തുക. ഉൾപ്പെടുന്നതാണ് ചോദിക്കുന്നത്. മൗലിക അവകാശങ്ങളിൽ പെടുന്ന സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൽ ഉൾപ്പെടുന്നത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ അത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൽ പെടുവോ? ഇല്ല. സംഘടനകൾ രൂപീകരിക്കാനുള്ള അവകാശം അത് പെടുവോ? അത് തീർച്ചയായും പെടും. പിന്നെ അന്യായമായ അറസ്റ്റിൽ നിന്നുള്ള സംരക്ഷണം അതും എന്താണ്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൽ പെടുന്നതാണ്. പിന്നെ സ്വതന്ത്രമായി ഏത് മതത്തിലും വിശ്വസിക്കുന്നതിനുള്ള അവകാശം അത് എന്തിൽ പെടുന്നില്ല? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൽ പെടുന്നില്ല. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമുക്ക് മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് നോക്കാം. അനുച്ഛേദം 19(1)
എന്ത് പറയുന്നത് 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അതിൽ എ അഭിപ്രായ സ്വാതന്ത്ര്യം എന്നുള്ളതാണ്. ബി ആയുധങ്ങളില്ലാതെ സമാധാനപരമായി സമ്മേളിക്കുന്നതിനുള്ള അവകാശമാണ്. മൂന്നാമത്തത് സി സംഘടനകൾ രൂപീകരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. ഡി സഞ്ചാര സ്വാതന്ത്ര്യം. ഇ ഇന്ത്യയിൽ എവിടെയും താമസിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. ജി മാന്യമായ ഏത് തൊഴിലും ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം. ഏതൊക്കെയാണ് വരുന്നത്? അഭിപ്രായ സ്വാതന്ത്ര്യം എ, ആയുധങ്ങളില്ലാതെ സമാധാനപരമായി സമ്മേളിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. സി സംഘടനകൾ രൂപീകരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. ഡി സഞ്ചാര സ്വാതന്ത്ര്യം. ഇന്ത്യയിൽ എവിടെയും താമസിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. ജി മാന്യമായ ഏത് തൊഴിലും ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം. ഇതൊക്കെയാണ് ഈ 6 മൗലിക സ്വാതന്ത്ര്യങ്ങളിൽ വരുന്നത്. മൗലിക സ്വാതന്ത്ര്യങ്ങളിൽ ഉൾപ്പെട്ടിരുന്ന സ്വത്തവകാശം 19(1) എഫ് ആയിരുന്നു സ്വത്തവകാശം. അത് 44-ാം ഭേദഗതി പ്രകാരം ഒഴിവാക്കിയിട്ടുണ്ട്. അത് എപ്പോഴും ചോദിക്കുന്ന റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, എന്തായാലും ഓർത്ത് വെക്കണം. സ്വത്തവകാശം ഏത് ഭേദഗതിയിലൂടെയാണ് ഒഴിവാക്കിയത്? 44-ാം ഭേദഗതി പ്രകാരമാണ് ഒഴിവാക്കിയത്. ഓക്കെ. 20ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന വസ്തുതകളിൽ ശരിയായത് ഏവയെന്ന് കണ്ടെത്തുക. 395 അനുച്ഛേദങ്ങൾ, 8 പട്ടികകൾ, 103 ഭരണഘടനാ ഭേദഗതികൾ. 2021 സെപ്റ്റംബർ വരെയാണ് പറയുന്നത്. പിന്നെ 22 ഭാഗങ്ങൾ. ഇവയിൽ ഏതൊക്കെയാണ് ശരിയെന്നാണ് പറയേണ്ടത്. ഇതിൽ ശരിയായിട്ടുള്ളത് 395 അനുച്ഛേദങ്ങൾ എന്നുള്ളതും ശരിയാണ്. അതുപോലെ 22 ഭാഗങ്ങൾ എന്നുള്ളതും ഇപ്പോഴത്തെ ഭരണഘടന വെച്ച് നോക്കുമ്പോൾ ശരിയാണ്. ബാക്കിയുള്ളത് നമുക്ക് പരിശോധിക്കാം എന്താണേലും വന്ന മിസ്റ്റേക്ക് എന്നുള്ളത്. ഭരണഘടന നിലവിൽ വന്ന സമയത്ത് ഉണ്ടായിരുന്ന ആമുഖം. ഭരണഘടന നിലവിൽ വന്ന സമയത്ത് ഉണ്ടായിരുന്നത് ആമുഖം, 395 അനുച്ഛേദങ്ങൾ അല്ലെങ്കിൽ ആർട്ടിക്കിൾസ്, 8 പട്ടികകൾ സ്കെഡ്യൂൾസ്, 22 ഭാഗങ്ങൾ പാർട്സ് അതായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ 448ഓളം അനുച്ഛേദങ്ങളും 12 പട്ടികകളും 25 ഭാഗങ്ങളുമാണ് ഭരണഘടനയിലുള്ളത്. ആ ചോദ്യത്തിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. ആ ചോദ്യം നോക്കണ്ട, നമ്മൾ ഉത്തരം ഇനി ചോദിക്കുകയാണെങ്കിൽ അത് മാത്രം നമുക്ക് പഠിച്ചു വെക്കാം. ഭരണഘടന നിലവിൽ വന്നിരുന്ന സമയത്ത് ഉണ്ടായിരുന്നത് 395 അനുച്ഛേദങ്ങളും 8 പട്ടികകളും 22 ഭാഗങ്ങളുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഉള്ളത് 448ഓളം അനുച്ഛേദങ്ങളും 12 പട്ടികകളും 25 ഭാഗങ്ങളുമാണ് ഉള്ളത്. ഓക്കെ. ഇനി 21ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ശരിയായ പ്രസ്താവന ഏതെന്ന് കണ്ടെത്തുക. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. അതെന്താണ്? ഒരു തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ സ്ഥാപനം അല്ല. സംസ്ഥാന മുഖ്യമന്ത്രിയാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ. അത് ശരിയായ ഓപ്ഷനാണ്. രണ്ടാമത്തത് ശരിയാണ്. ഓക്കെ. ഇനി 3ാമത്തെ ഓപ്ഷൻ, സംസ്ഥാന ധനകാര്യ മന്ത്രി കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അംഗമാണ്. അത് തെറ്റായ ഓപ്ഷനാണ്. ധനകാര്യ മന്ത്രി എന്തല്ല, കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അംഗമല്ല. അടുത്ത ഓപ്ഷൻ, സംസ്ഥാന റവന്യൂ മന്ത്രി കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അംഗമാണ്. അതെന്താണ്? ശരിയായ ഓപ്ഷനാണ്. അപ്പോൾ 2ാമത്തെയും 4ാമത്തെയും ഓപ്ഷനാണ് ശരി. അപ്പം ഡി ഓപ്ഷൻ കറക്റ്റ് ആൻസർ, ഓപ്ഷൻ ഡി. നമുക്ക് കുറച്ച് റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. ദുരന്ത നിവാരണ നിയമം നിലവിൽ വന്ന വർഷം 2005 ഡിസംബർ 23 ദുരന്ത നിവാരണ നിയമം നിലവിൽ വന്ന വർഷം 2005 ഡിസംബർ 23. ദേശീയ ദുരന്ത നിവാരണ നിയമം 2005 എത്ര അധ്യായങ്ങളുണ്ട്? 11 അധ്യായങ്ങളാണ് ഉള്ളത്. ദേശീയ ദുരന്ത നിവാരണ നിയമം 2005 എത്ര വകുപ്പുകളുണ്ട്? 79 വകുപ്പുകളാണുള്ളത്. എത്ര അംഗങ്ങളുണ്ട്? ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ എത്ര അംഗങ്ങളുണ്ട്? 10 അംഗങ്ങളാണ് ഉള്ളത്. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? പ്രധാനമന്ത്രി. ചെയർമാൻ ആരാണ് നമ്മൾ പറഞ്ഞു? ചെയർമാൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണ്. ഓരോ സംസ്ഥാനത്തിൻ്റെയും മുഖ്യമന്ത്രിയാണ്. എന്നാൽ അധ്യക്ഷൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണ്. ദുരന്ത നിവാരണ നിയമം നിലവിൽ വന്ന വർഷം 2005 ഡിസംബർ 23.
അതിൽ 11 അധ്യായങ്ങളും 79 വകുപ്പുകളുമാണുള്ളത്. അതോറിറ്റിയിലുള്ള അംഗങ്ങളുടെ എണ്ണം 10 ആണ്. അടുത്ത ചോദ്യം, ശരിയായ പ്രസ്താവന ഏതെന്ന് വ്യക്തമാക്കുക. ശ്രേണിപരമായ സംഘാടനവും രാഷ്ട്രീയ നിഷ്പക്ഷതയും ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സവിശേഷതകളിൽ പെടുന്നു. അത് ശരിയാണ്. ശ്രേണിപരമായ സംഘാടനവും രാഷ്ട്രീയ നിഷ്പക്ഷതയും ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സവിശേഷതകളിൽ പെടുന്നു. രണ്ടാമത്തെ ഓപ്ഷൻ, കൂട്ടുത്തരവാദിത്വവും വൈദഗ്ധ്യവും ഉദ്യോഗസ്ഥ വൃന്ദത്തെ കാര്യക്ഷമമാക്കുന്നതിന് സഹായിക്കുന്നു. അത് തെറ്റായ ഓപ്ഷനാണ്. അപ്പം ശരിയായ ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ. 23ാമത്തെ ചോദ്യം, വിവരാവകാശ നിയമം 2005 പ്രകാരം വെളിപ്പെടുത്തുവാൻ കഴിയുന്ന പൊതുവിവരങ്ങൾ പെടുന്ന കാര്യങ്ങൾ ഏതൊക്കെയെന്ന് കണ്ടെത്തുക. ഒന്നാമത്തേത് ഫയലുകൾ. അതെന്ത് ചെയ്യാൻ പറ്റും? വെളിപ്പെടുത്താൻ സാധിക്കും അല്ലേ? രണ്ടാമത്തേത് കോടതി പരിഗണനയിലുള്ളവ. കോടതി പരിഗണനയിലുള്ളവ എന്താണ്? ഒരിക്കലും വെളിപ്പെടുത്താൻ സാധിക്കില്ല. എന്ത് പ്രകാരം? വിവരാവകാശ നിയമപ്രകാരം വെളിപ്പെടുത്താൻ സാധിക്കാത്തതാണ്. രാജ്യസുരക്ഷയെയും അഖണ്ഡതയെയും ബാധിക്കുന്ന വിവരങ്ങൾ അതൊരു കാരണവശാലും എന്ത് ചെയ്യാൻ സാധിക്കില്ല? വെളിപ്പെടുത്താൻ സാധിക്കില്ല. അടുത്തത് എന്താ? ലോഗ് ബുക്കും വിവരാവകാശ നിയമപ്രകാരം വെളിപ്പെടുത്താൻ കഴിയുന്ന രേഖയാണ്. അപ്പം കഴിയുന്നവ ഏതൊക്കെയാണെന്നല്ലേ ചോദിച്ചത്. അപ്പം ഫയലുകളും പറ്റും, ലോഗ് ബുക്കും പറ്റും. 1 and 4 ആണ്. അപ്പം ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ള വരുന്നത്. 24ാമത്തെ ചോദ്യം, ഹരിത കേരള മിഷൻ ഊന്നൽ നൽകാത്ത മേഖല ഏതെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ എ ജലസംരക്ഷണം. ഹരിത കേരള മിഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഊന്നൽ നൽകുന്ന മേഖലയാണ്. രണ്ടാമത് ശുചിത്വവും ഹരിത കേരള മിഷനിൽ വരുന്നതാണ്. വനവൽക്കരണം ഹരിത കേരള മിഷനിൽ വരുന്നില്ല. അടുത്തത് ഏതാണ്? കൃഷി. അതും ഹരിത കേരള മിഷനിൽ വരുന്ന മേഖലയാണ്. അടുത്ത ചോദ്യം, 25ാമത്തെ ചോദ്യം, ദഹനരസത്തിൽ രാസാഗ്നികൾ ഒന്നുമില്ലാത്ത ദഹനഗ്രന്ഥി ഏതാണ്? ഓപ്ഷൻ എ കരൾ ആണ് ഉത്തരം. ദഹനരസത്തിൽ രാസാഗ്നികൾ ഒന്നുമില്ലാത്ത ദഹനഗ്രന്ഥി ഏതാണെന്നാണ് ചോദിക്കുന്നത്. കരളാണ് ഉത്തരം. അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് നമുക്ക് നോക്കാം. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന രസം എന്ന് പറയുന്നത് പിത്തരസമാണ്. പിത്തരസത്തിൽ എന്തില്ല? എൻസൈമുകളില്ല. അതാണ് നമ്മൾ ചോദിച്ചത്. ദഹനരസത്തിൽ രാസാഗ്നികൾ ഒന്നുമില്ലാത്ത ദഹനഗ്രന്ഥി. അപ്പോൾ ഏതാണ്? കരളാണ് ഉത്തരം. പിത്തരസം കൊഴുപ്പിനെ ചെറുകണികകളാക്കുകയും ഭക്ഷണത്തെ ക്ഷാരഗുണമുള്ളതാക്കുകയും ചെയ്യുന്നതിലൂടെ അവ ദഹനത്തെ സഹായിക്കുന്നു. പിത്തരസം എങ്ങനെയാണ് ദഹനത്തിനെ സഹായിക്കുന്നത്? കൊഴുപ്പിനെ ചെറുകണികകളാക്കാനും അതുപോലെ ഭക്ഷണത്തെ ക്ഷാരഗുണമുള്ളതാക്കാനും സഹായിക്കുന്നതാണ് പിത്തരസം. പിത്തരസം പിത്താശയത്തിൽ സംഭരിക്കുന്നു. കരളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും പിത്താശയത്തിൽ സംഭരിക്കപ്പെടുകയും ചെയ്യുന്നതാണ് പിത്തരസം. പിന്നെ നമ്മൾ ഈ ഓപ്ഷൻസ് കുറേ ഗ്രന്ഥികളിൽ പറയുന്നുണ്ടായിരുന്നു. അവക്ക് ഉൽപ്പാദിപ്പിക്കുന്ന രാസാഗ്നികൾ ഏതാണെന്ന് നമുക്ക് നോക്കാം. ആഗ്നേയ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നതാണ് ട്രിപ്സിൻ എന്ന രാസാഗ്നി എന്തിനാണ് സഹായിക്കുന്നത്? ഈ പ്രോട്ടീൻ എന്നുള്ളതിനെ പെപ്റ്റൈഡുകളാക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് ട്രിപ്സിൻ. പിന്നെ ആമാശയ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന പെപ്സിൻ എന്ന രാസാഗ്നി പ്രോട്ടീനെ പെപ്റ്റോണുകളാക്കി മാറ്റാനാണ് സഹായിക്കുന്നത്. പ്രോട്ടീൻ ആദ്യം പെപ്റ്റോണുകളാക്കി മാറ്റും, പിന്നീട് അതിനെ പെപ്റ്റൈഡുകളാക്കി മാറ്റാൻ ട്രിപ്സിനാണ് സഹായിക്കുന്നത്. ഓക്കെ. ഉമിനീർ ഗ്രന്ഥിയിലെ സലൈവറി അമിലേസ് അന്നജത്തെ മാൾട്ടോസാക്കി മാറ്റാൻ സഹായിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 26ാമത്തെ ചോദ്യം, രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം ടെറ്റനിയാണ് ഉത്തരം. രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം ടെറ്റനി. ബാക്കിയുള്ള രോഗങ്ങളൊക്കെ ബാക്ടീരിയ രോഗങ്ങളാണ്. ടെറ്റനസ്, ഡിഫ്തീരിയ, ക്ഷയം രോഗകാരണം എന്ന് പറയുന്നത് ബാക്ടീരിയ ആണ്. ടെറ്റനസ് എന്ന രോഗത്തിൻ്റെ രോഗകാരണം ക്ലോസ്ട്രീഡിയം ടെറ്റനി എന്ന ബാക്ടീരിയയാണ്. ഡിഫ്തീരിയ ആണെങ്കിൽ കോറിനി ബാക്ടീരിയം ഡിഫ്തീരിയ എന്ന ബാക്ടീരിയയാണ് ഡിഫ്തീരിയക്ക് കാരണം. ക്ഷയം അല്ലെങ്കിൽ ട്യൂബർകുലോസിസ് TBക്ക് കാരണം മൈക്കോ ബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണ്. ഒന്നുകൂടി പറഞ്ഞു നോക്കാം, നിങ്ങളൊന്ന് പറഞ്ഞു നോക്കുക. ടെറ്റനസിന് കാരണം ക്ലോസ്ട്രീഡിയം ടെറ്റനിയാണ്. ഡിഫ്തീരിയക്ക് കാരണം കോറിനി ബാക്ടീരിയം ഡിഫ്തീരിയയാണ്. ക്ഷയം അല്ലെങ്കിൽ ട്യൂബർകുലോസിസിന് കാരണം മൈക്കോ ബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണ്. 27ാമത്തെ ചോദ്യം, എലിപ്പനിക്ക് കാരണമായ രോഗകാരി ലെപ്റ്റോസ്പൈറയാണ് ഉത്തരം. എലിപ്പനിക്ക് കാരണമായ രോഗകാരി ലെപ്റ്റോസ്പൈറ. ബാക്കിയുള്ള ബാക്ടീരിയയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. എംഫിസീമ എന്ന രോഗത്തിന് കാരണം
എന്താണ്? പുകവലിയാണ് എംഫിസീമ എന്ന രോഗത്തിന് കാരണമാകുന്നത്. എംഫിസീമ എന്ന് പറയുന്നത് ശ്വാസകോശങ്ങളെ ബാധിക്കുന്ന ഒരു രോഗമാണ്. ഇതെന്താണ്? ശ്വാസകോശങ്ങളിലെ വായു അറകളെ നശിപ്പിക്കുകയും ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുകയും അതാണ് ഈ ഒരു രോഗത്തിൻ്റെ സിംറ്റമായിട്ട് പറയുന്നത്. എംഫിസീമക്ക് കാരണമായിട്ട് പറയുന്നത് എന്താണ്? പുകവലിയാണ്. അടുത്ത ചോദ്യം, 4ാമത് ഇന്തോ US ഹെൽത്ത് ഡയലോഗിന് വേദിയാകുന്ന നഗരം? ന്യൂഡൽഹിയാണ് ഉത്തരം. 4ാമത് ഇന്തോ US ഹെൽത്ത് ഡയലോഗിന് വേദിയാകുന്ന ഇന്ത്യൻ നഗരം ന്യൂഡൽഹി. 30ാമത്തെ ചോദ്യം, ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ വക്രതാ ആരം 30 സെൻറ്റിമീറ്റർ ആണ്. ഈ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം കണക്കാക്കുക. അതായത് ഒരു ദർപ്പണത്തിൻ്റെ വക്രതാ ആരമാണ് തന്നിട്ടുള്ളത് 30 സെൻറ്റിമീറ്ററിന്. വക്രതാ ആരത്തിന് നമ്മൾ R എന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണേണ്ടത് ഫോക്കസ് ദൂരമാണ്. ഫോക്കസ് ദൂരത്തിന് F എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുകയാണെങ്കിൽ F എന്ന് പറയുന്നത് കാണാൻ വേണ്ടിയിട്ട് R/2 എന്നുള്ളതാണ് ഇക്വേഷൻ. അതായത് വക്രത ആരത്തിൻ്റെ പകുതിയായിരിക്കും ഫോക്കസ് ദൂരം. ഇവിടെ വക്രത ആരം തന്നിട്ടുള്ളത് ഏതാണ്? 30 സെൻറ്റിമീറ്റർ ആണ്. 30ൻ്റെ പകുതി എന്ന് പറയുന്നത് 15. അപ്പോൾ ഫോക്കസ് ദൂരം 15 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഉത്തരം ഓപ്ഷൻ സി. 31, തുലന സ്ഥാനത്ത് നിന്നും ഒരു കണികയ്ക്കുണ്ടാകുന്ന ഏറ്റവും കൂടിയ സ്ഥാനാന്തരമാണ് എന്ത്? ആയതി. ഉത്തരം ആയതി. തുലന സ്ഥാനത്ത് നിന്നും ഒരു കണികയ്ക്കുണ്ടാകുന്ന ഏറ്റവും കൂടിയ സ്ഥാനാന്തരമാണ് ആയതി. നമുക്ക് ബാക്കിയുള്ള ടേംസ് നോക്കാം. എല്ലാം തരംഗവുമായിട്ട് ബന്ധപ്പെട്ട ടേംസ് ആണ്. തരംഗദൈർഘ്യം, മാധ്യമത്തിലെ കണിക ഒരു കമ്പനം പൂർത്തീകരിച്ച സമയം കൊണ്ട് തരംഗം സഞ്ചരിക്കുന്ന ദൂരമാണ് തരംഗദൈർഘ്യം. ഇത് കമ്പനാവസ്ഥയിലുള്ള അടുത്തടുത്ത 2 കണികകൾ തമ്മിലുള്ള അകലത്തിന് തുല്യമാണ്. ഇതിൻ്റെ ചിത്രം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ കണ്ടോ, വേവ് ലെങ്ത് അടയാളപ്പെടുത്തി കാണാം. അതായത് ഒരേ തുലനസ്ഥാനത്ത് ഉള്ള കണികകൾ ഒരു കമ്പനം ആക്കുന്നതിനെടുത്ത സമയമാണ് എന്ത് പറയുന്നത്? വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ഇവിടെ അടയാളപ്പെടുത്തിയതിൽ നമുക്ക് കാണാം എന്താണ്? 2 ഉയർന്നു നിൽക്കുന്നതിൽ അതിലെ ഏറ്റവും ഒരേപോലെയുള്ള 2 പോയിന്റുകളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത്? വേവ് ലെങ്ത് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഓസിലേഷൻ എന്ന് പറഞ്ഞ് അടയാളപ്പെടുത്തിയിട്ടില്ലേ, അതും എന്താണ്? വേവ് ലെങ്ത് ആയിട്ട് പറയാവുന്നതാണ്. ഒരേ സ്ഥാനമായിരിക്കണം, അതായത് ഒരേ കമ്പനാവസ്ഥയിലായിരിക്കണം എന്നുള്ളതേ ഉള്ളൂ. അത് ഏത് ദൂരം വേണമെങ്കിലും നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അടുത്തത് ആവൃത്തി. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി. തരംഗവേഗം, ഒരു സെക്കൻഡ് കൊണ്ട് തരംഗം സഞ്ചരിക്കുന്ന ദൂരമാണ് തരംഗവേഗം. ഇതിൽ നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ളതാണ് നമ്മുടെ ആയതി. നേരത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ആംപ്ലിറ്റ്യൂഡ് എന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ള ആ സംഭവമാണ് ആയതി എന്ന് പറയുന്നത്. 32ാമത്തെ ചോദ്യം, ഒരു ദിവസത്തെ ശരാശരി അന്തരീക്ഷ താപനില 35 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ഫാരൻഹീറ്റ് സ്കെയിലിൽ ഈ താപനില എത്രയായിരിക്കും? ഇതിന് ചെയ്യാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. സെൽഷ്യസിനെ ഫാരൻഹീറ്റ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണെങ്കിൽ എന്ത് ചെയ്യുക? ആ ഡിഗ്രി സെൽഷ്യസിൽ നമുക്കൊരു വാല്യൂ തന്നിട്ടുണ്ടാവില്ലേ, അതിനെ 9/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 9/5 കൊണ്ട് ഗുണിച്ചതിന് ശേഷം എന്ത് ചെയ്യുക? 32 ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഫാരൻഹീറ്റിലെ വാല്യൂ കിട്ടും. അപ്പോൾ നമ്മൾ ഇവിടെ കണ്ടത് 35 ഡിഗ്രി സെൽഷ്യസ് അല്ലേ? 35 × 9/5 ചെയ്യുമ്പോൾ നമുക്ക് 35ഉം 5ഉം വെട്ടാം. അപ്പോൾ 7 5 35. അപ്പോൾ 7 × 9 63 എന്ന് കിട്ടും. അതിനോട് 32 കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 95 എന്നുള്ള ഉത്തരത്തിലേക്ക് നമുക്ക് എത്താം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഉരുളക്കിഴങ്ങ് കൃഷിക്ക് അനുയോജ്യമായ മണ്ണിൻ്റെ pH മൂല്യം എത്ര? ഉത്തരം 5. ഉരുളക്കിഴങ്ങ് കൃഷിക്ക് അനുയോജ്യമായ മണ്ണിൻ്റെ pH മൂല്യം എത്ര എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം 5. 34ാമത്തെ ചോദ്യം, ആവർത്തന പട്ടികയിലെ കൃത്യമായ സ്ഥാനം നിർണ്ണയിക്കാത്ത മൂലകം ഏത്? ഉത്തരം ഹൈഡ്രജൻ. ആവർത്തന പട്ടികയിലെ കൃത്യമായ സ്ഥാനം നിർണ്ണയിക്കാത്ത മൂലകം ഏത്? ഹൈഡ്രജൻ എന്നുള്ളതാണ് ഉത്തരം. കാരണം ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ചാൽ അതിനെന്ത് ചെയ്യാൻ പറ്റും? ബാലൻസ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ ആക്കിയിട്ട് സ്ഥിരത കൈവരിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ചെയ്യുന്നത് ഒരു ഇലക്ട്രോൺ സ്വീകരിച്ചുകൊണ്ട് സ്ഥിരത കൈവരിക്കുന്ന മൂലകങ്ങൾ ഏതാണ്? മൂലകങ്ങൾ ഏത് ഗ്രൂപ്പിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്?
17-ാം ഗ്രൂപ്പിലല്ലേ. അപ്പം 17-ാം ഗ്രൂപ്പിലെ സ്വഭാവങ്ങൾ ആര് കാണിക്കുന്നുണ്ട്? ഹൈഡ്രജൻ കാണിക്കുന്നുണ്ട്. അതുപോലെ 1-ാം ഗ്രൂപ്പിലുള്ള മൂലകങ്ങളുടെ പ്രത്യേകത എന്താണ്? അവർ ഒരു ഇലക്ട്രോൺ കൂടെ ലാസ്റ്റ് പറഞ്ഞപ്പോൾ ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ്. 2-ാമത്തെ ഗ്രൂപ്പല്ല കേട്ടോ, 1-ാമത്തെ ഗ്രൂപ്പിൻ്റെ സ്വഭാവമാണ് ആര് കാണിക്കുന്നത്? ഹൈഡ്രജൻ കാണിക്കുന്നത്. കാരണം എന്താ? അവരുടെ വാലൻസ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ആണുള്ളത്. ഹൈഡ്രജൻ്റെയും വാലൻസ് ഷെല്ലിൽ അഥവാ ഏറ്റവും പുറത്തുള്ള ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ആണുള്ളത്. അത് വിട്ടുകൊടുത്താൽ അവർക്കും സ്ഥിരത കൈവരിക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് 1-ാമത്തെ ഗ്രൂപ്പിൻ്റെയും 17-ാമത്തെ ഗ്രൂപ്പിൻ്റെയും സ്വഭാവങ്ങളാണ് ആര് കാണിക്കുന്നത്? ഹൈഡ്രജൻ കാണിക്കുന്നത്. ഓക്കെ, അത് കൺഫ്യൂഷനായി പോവരുതേ ആർക്കും. അടുത്ത ചോദ്യം, താഴെ പറയുന്ന ഏത് രാസവസ്തുവിനെ നിർജ്ജലീകരിക്കാനാണ് സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കാത്തത്? ഉത്തരം അമോണിയ. താഴെ പറയുന്ന ഏത് രാസവസ്തുവിനെ നിർജ്ജലീകരിക്കാനാണ് സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കാത്തത്? ഉത്തരം അമോണിയ. കാരണം ഈ അമോണിയൻ്റെ നിർജ്ജലീകരണ സമയത്ത് സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കുകയാണെങ്കിൽ സൾഫ്യൂരിക് ആസിഡും അമോണിയയും കൂടി റിയാക്ട് ചെയ്തിട്ട് അത് നശിച്ചു പോകും, നമുക്ക് വേണ്ട റിസൾട്ട് കിട്ടൂല. അതുകൊണ്ടാണ് സൾഫ്യൂരിക് ആസിഡ് അമോണിയൻ്റെ നിർജ്ജലീകരണത്തിന് ഉപയോഗിക്കാത്തത്. ബാക്കിയുള്ളതിൻ്റെയൊക്കെ നിർജ്ജലീകരണത്തിന് ആരോ ഉപയോഗിക്കുന്നു, അങ്ങനെ ഒരു ഉത്തരം കൂടി ഇതിൽ വരുന്നുണ്ട് കേട്ടോ. സൾഫ്യൂരിക് ആസിഡ് ആണ് എന്തിൻ്റെയൊക്കെ നിർജ്ജലീകരണത്തിന് ഉപയോഗിക്കുന്നത്? ക്ലോറിൻ, സൾഫർ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ ക്ലോറൈഡ് എന്നീ രാസവസ്തുക്കളുടെയൊക്കെ നിർജ്ജലീകരണത്തിന് ഉപയോഗിക്കുന്ന ഡീഹൈഡ്രേറ്റിംഗ് ഏജൻ്റ് ആണ് ആര്? സൾഫ്യൂരിക് ആസിഡ്. 36-ാമത്തെ ചോദ്യം, ഇതിൽ ഏത് കായിക താരമാണ് ഗോൾഡൻ സ്ലാം കരസ്ഥമാക്കിയത്? ഉത്തരം സ്റ്റെഫി ഗ്രാഫ്. ഇതിൽ ഏത് കായിക താരമാണ് ഗോൾഡൻ സ്ലാം കരസ്ഥമാക്കിയത്? സ്റ്റെഫി ഗ്രാഫ്. 37-ാമത്തെ ചോദ്യം, സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമായി ഒളിമ്പിക്സ് വ്യക്തിഗത മെഡൽ നേടിയ കായിക താരം? ഓപ്ഷൻ ഡി KD ജാദവ്. സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമായി ഒളിമ്പിക്സ് വ്യക്തിഗത മെഡൽ നേടിയ കായിക താരം KD ജാദവ്. 38-ാമത്തെ ചോദ്യം, ഇതിൽ ജ്ഞാനപീഠ അവാർഡ് നേടാത്തത് ആരാണ്? ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, നേടിയതും നേടാത്തതും ഒക്കെ മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ ചോദിച്ചത് ജ്ഞാനപീഠം അവാർഡ് നേടാത്തത് ആരാണ് എന്നുള്ളതാണ്. ഉത്തരം വയലാർ രാമവർമ്മ. ബാക്കി ONV കുറുപ്പ്, MT വാസുദേവൻ നായർ, അക്കിത്തം അച്യുതൻ നമ്പൂതിരി എന്നിവരൊക്കെ എന്താണ് ജ്ഞാനപീഠം അവാർഡ് നേടിയ പ്രശസ്തരായ എഴുത്തുകാരും എഴുത്തുകാരാണ്. ഓക്കെ, ഇനി ഇവർക്ക് ഓരോരുത്തർക്കും ജ്ഞാനപീഠം കിട്ടിയ വർഷം ഒക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. G ശങ്കരക്കുറുപ്പ് 1965 അദ്ദേഹത്തിൻ്റെ ഓടക്കുഴൽ എന്ന കാവ്യസമാഹാരത്തിലൂടെ ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം മലയാളത്തിന് ലഭിച്ചു. മലയാളത്തിന് കിട്ടിയ ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം ആർക്കാണ് കിട്ടിയത്? G ശങ്കരക്കുറുപ്പിന് 1965 ഓടക്കുഴൽ എന്ന കാവ്യസമാഹാരത്തിനാണ് കിട്ടിയത്. രണ്ടാമത് MT വാസുദേവൻ നായർക്ക് കിട്ടിയത്, രണ്ടാമതല്ല കേട്ടോ കിട്ടിയത്, നമ്മൾ 3 വ്യക്തികളെയാണല്ലോ നോക്കുന്നത്, അതിൽ രണ്ടാമത്തെ ആൾ MT വാസുദേവൻ നായർ 1995 ജ്ഞാനപീഠം ലഭിക്കുന്നത്. മൂന്നാമത്തെ വ്യക്തിയാണ് ONV കുറുപ്പ്. ONV കുറുപ്പിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത് 2007. 39-ാമത്തെ ചോദ്യം, ഭാരതരത്ന അവാർഡ് കിട്ടിയ കായിക താരം? ഉത്തരം സച്ചിൻ ടെണ്ടുൽക്കർ. ഭാരതരത്ന അവാർഡ് കിട്ടിയ കായിക താരം സച്ചിൻ ടെണ്ടുൽക്കർ. 40-ാമത്തെ ചോദ്യം, 2021 ICC T20 പുരുഷ ലോകകപ്പ് ക്രിക്കറ്റ് നടന്ന സ്ഥലം? യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആൻഡ് ഒമാൻ. 2021 ICC T20 പുരുഷ ലോകകപ്പ് ക്രിക്കറ്റ് നടന്ന സ്ഥലം? യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആൻഡ് ഒമാൻ. ടോക്കിയോ 2020 ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ രാജ്യം? ഓപ്ഷൻ ഡി അമേരിക്ക. ടോക്കിയോ 2020 ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ രാജ്യം അമേരിക്ക. താഴെ പറയുന്നവയിൽ സെർച്ച് എഞ്ചിൻ ഏതാണ്? ഗൂഗിൾ ആണ് സെർച്ച് എഞ്ചിൻ. താഴെ പറയുന്നതിൽ സെർച്ച് എഞ്ചിൻ ഏതാണ്? ഗൂഗിൾ. 43-ാമത്തെ ചോദ്യം, ബൂട്ട് ആപ്പ് പ്രോഗ്രാം സൂക്ഷിച്ചു വയ്ക്കുന്ന കമ്പ്യൂട്ടർ മെമ്മറി? റീഡ് ഓൺലി മെമ്മറി. ബൂട്ടപ്പ് പ്രോഗ്രാം സൂക്ഷിച്ചു വയ്ക്കുന്ന കമ്പ്യൂട്ടർ മെമ്മറിയാണ് റീഡ് ഓൺലി മെമ്മറി. 44-ാമത്തെ ചോദ്യം, ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം ലാംഗ്വേജ് പ്രോസസ്സർ.
ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം ലാംഗ്വേജ് പ്രോസസ്സർ. 45-ാമത്തെ ചോദ്യം, ഒരു വ്യക്തിയുടെ യൂസർ നെയിമും പാസ്വേഡുകളും ക്രെഡിറ്റ് കാർഡ് വിവരങ്ങളുമെല്ലാം വ്യാജ വെബ്സൈറ്റ് മുഖേന മോഷ്ടിച്ചെടുക്കുന്ന രീതിക്ക് പറയുന്ന പേരാണ്? ഓപ്ഷൻ സി ഫിഷിംഗ്. ഒരു വ്യക്തിയുടെ യൂസർ നെയിമും പാസ്വേഡും ക്രെഡിറ്റ് കാർഡ് വിവരങ്ങളുമെല്ലാം വ്യാജ വെബ്സൈറ്റ് മുഖേന മോഷ്ടിച്ചെടുക്കുന്ന രീതിക്ക് പറയുന്ന പേരാണ് ഫിഷിംഗ്. 46-ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമപ്രകാരം വിവരം എന്നതിൻ്റെ പരിധിയിൽ പരിഗണിക്കപ്പെടുന്നവ ഏതെല്ലാം? സർക്കാരിൻ്റെ സർക്കുലറുകൾ, കുറിപ്പുകൾ, ഉത്തരവുകൾ. അതെന്തിൽ പെടും? വിവരാവകാശ നിയമപ്രകാരം വിവരം എന്നുള്ളതിൽ പെടും. സർക്കാരിൻ്റെ വിവിധ കരാറുകൾ, അത് പെടുമോ? പെടും. ആ പൊതു അധികാരിക്ക് പ്രാപ്യമായ സ്വകാര്യ സ്ഥാപനത്തിലെ രേഖകൾ, അതും വിവരം എന്നുള്ളതിൽ പെടും. ഔദ്യോഗിക ഇമെയിൽ സന്ദേശങ്ങൾ, അതും പെടും. അപ്പോൾ ഉത്തരമായിട്ട് വരുന്നത് ഇവയെല്ലാം എന്തിൽ വരുന്നുണ്ട്? വിവരാവകാശ നിയമപ്രകാരം വിവരം എന്നതിൻ്റെ പരിധിയിൽ വരുന്നുണ്ട്. ഏതൊക്കെയാണ്? സർക്കാരിൻ്റെ സർക്കുലറുകൾ, കുറിപ്പുകൾ, ഉത്തരവുകൾ, സർക്കാരിൻ്റെ വിവിധ കരാറുകൾ, ആ പൊതു അധികാരിക്ക് പ്രാപ്യമായ സ്വകാര്യ സ്ഥാപനത്തിലെ രേഖകൾ, ഔദ്യോഗിക ഇമെയിൽ സന്ദേശങ്ങൾ. ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൻ്റെ പരിധിയിൽ താഴെ പറയുന്നവയിൽ ഉപഭോക്താവായി പരിഗണിക്കപ്പെടുന്നവർ ആരെല്ലാം? തവണ വ്യവസ്ഥയിൽ ഒരു ഉൽപ്പന്നം വാങ്ങുന്ന വ്യക്തി, അതെന്താണ്? ഉപഭോക്താവാണ്. ഉപജീവനത്തിനല്ലാതെ വാണിജ്യ ആവശ്യത്തിനു വേണ്ടി മാത്രം ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന വ്യക്തി എന്താണ്? ഉപഭോക്താവല്ല. ഉപഭോക്താവായി പരിഗണിക്കപ്പെടുന്നവർ ആരെല്ലാം എന്നാണ് ചോദ്യം. അപ്പോൾ അത് രണ്ടാമത്തത് തെറ്റാണ്. ഒരു ഉൽപ്പന്നം വാങ്ങിയ വ്യക്തിയുടെ അനുമതിയോടെ പ്രസ്തുത ഉൽപ്പന്നം ഉപയോഗിക്കുന്ന ആൾ, അയാൾ എന്താണ്? ഉപഭോക്താവാണ്. അപ്പം 1ഉം 3ഉം എന്താണ്? ശരിയാണ്. 4-മത്തത് സൗജന്യ നിരക്കിൽ സേവനങ്ങൾ ലഭിക്കുന്ന വ്യക്തി, അത് ഉപഭോക്താവല്ല. അപ്പോൾ 4-മത്തത് തെറ്റാണ്. രണ്ടാമത്തതും തെറ്റാണ്. 1ഉം 3ഉമാണ് ശരിയായ ഓപ്ഷൻസ്. അപ്പം ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 48-ാമത്തെ ചോദ്യം, 2005-ലെ ബാലാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള കമ്മീഷനുകൾ ആക്ട് പ്രകാരം താഴെ പറയുന്നവയിൽ ഏതാണ് ബാലാവകാശങ്ങൾ എന്നതിനുള്ള നിർവചനം? ഉത്തരം 1989-ലെ ബാലാവകാശ ഉടമ്പടിയിൽ അംഗീകരിക്കപ്പെട്ടതും ഇന്ത്യ സ്ഥിരീകരിച്ചതുമായ അവകാശങ്ങൾ. 2005-ലെ ബാലാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള കമ്മീഷനുകൾ ആക്ട് പ്രകാരം താഴെ പറയുന്നവയിൽ ഏതാണ് ബാലാവകാശങ്ങൾ എന്നതിനുള്ള നിർവചനം? ഉത്തരം 1989-ലെ ബാലാവകാശ ഉടമ്പടിയിൽ അംഗീകരിക്കപ്പെട്ടതും ഇന്ത്യ സ്ഥിരീകരിച്ചതുമായ അവകാശങ്ങൾ. 49-ാമത്തെ ചോദ്യം, ഗാർഹിക പീഡന നിരോധന നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗാർഹിക പീഡനത്തിൻ്റെ പരിധിയിൽ വരാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? ശാരീരിക പീഡനം, അതെന്താണ്? ഗാർഹിക പീഡന നിരോധന നിയമത്തിൽ വരുന്നതാണ്. വൈകാരിക പീഡനം, അതും വരുന്നതാണ്. സാമ്പത്തിക പീഡനവും ലൈംഗിക പീഡനവും എന്താണ്? ഗാർഹിക പീഡന നിരോധന നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗാർഹിക പീഡന പരിധിയിൽ വരുന്നതാണ്. അപ്പം എല്ലാ സൂചനകളും പീഡനത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 2019-ലെ മനുഷ്യാവകാശ സംരക്ഷണ ഭേദഗതി നിയമത്തിലൂടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ പ്രാതിനിധ്യം കൊടുത്തത് താഴെ പറയുന്നവയിൽ ആർക്കാണ്? ഉത്തരം ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ. 2019-ലെ മനുഷ്യാവകാശ സംരക്ഷണ ഭേദഗതി നിയമത്തിലൂടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ പ്രാതിനിധ്യം കൊടുത്തത് താഴെ പറയുന്നവയിൽ ആർക്കാണ്? ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ. ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും വിജയാശംസകൾ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.